സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങളുടെ ആഹാരം നൽകണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. അങ്ങേ തിരുക്കമാന ജീവനുള്ള പ്രതിരോധമാണ് ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ. ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യേശു പിതാവിനെയും ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മഹത്വത്തിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രൂപങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ ഓർമ്മ ഞങ്ങൾ തന്നെ നിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഇവയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവും എല്ലാ അപകടങ്ങളും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൈനികരുടെ ദൈവമായ കർത്താവ്, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്തായിരുന്ന ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്ങനത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് സമാധാനം. ധന്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടി വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്ന നടക്കുകയില്ല ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിന് നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. ക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. സമാധാനം. സകലത്തിന്റെ നാഥാംഗ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെയും പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകത്തിനുള്ള വായന. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് സമാധാനം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധർഗനും ബലവാനും അമർത്യനുമായ കർത്താവേ, അഴിഞ്ഞുപോലും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൽ വെച്ച് ദൈവം മൂശയോടും അഹരോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിൻ്റെ കുറേ രക്തമെടുത്ത് വീടിൻ്റെ കട്ടിലപ്പടിമേലും മേൽപ്പടിമേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തുകാരുടെ കടലിൽ പുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിൽ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയുവാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നുപോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്തുതി. 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കീവോസിന്റെ പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിരെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു: സക്കീവോസ്, വേഗം ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപെറുത്തു: ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുണ്ട്. സക്കീവോസ് എഴുന്നേറ്റ് പറഞ്ഞു: കർത്താവേ, ഇതാ ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും ഭാഗം വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു: ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി
യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്താൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുതിയ കൽപ്പന അനുസരിച്ച് ഉപവിയോടുകൂടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റ് ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു കുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഈജിപ്തിലെ അടിമത്തിൽ ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അവരുടെ നിശ്ചയകാരുണ്യവാനായ കർത്താവേ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയ പൈതൃകമായി അനുഗ്രഹം നൽകിയതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിനും ദുഃഖത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനുമെല്ലാം അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ഇവിടെയുള്ളവരെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ കുശിനുടെ കർത്താവേ കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സർവേശ, ദിവ്യാനുഗ്രഹമേകണമേ. നയനവിചകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവമാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനനാം സ്ത്രീത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. നൃപനാം മിശിഹാ കർത്താവേ, നിത്യപിതാവിൻ പ്രിയസൂനും മധ്യകുലത്തിൻ രക്ഷകനേ, ദിവ്യാനുഗ്രഹമേകണമേ. നരനുടെ നിലവിളി കേട്ടവനെ, നരനെ തേടിയണഞ്ഞവനെ, കനിവു നിറഞ്ഞൊരു നല്ലിടയ, ദിവ്യാനുഗ്രഹമേകണമേ. മർത്യശരീരമെടുത്തവനെ, മർദ്ദനമേറ്റു മരിച്ചവനെ, മഹിമയിൽ വീണ്ടും ഉയർത്തവനെ, ദിവ്യാനുഗ്രഹമേകണമേ. കുടുംബപ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, കുടുംബത്തെയും ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ ഔസേപ്പേ, വിശുദ്ധ മർഗരീത്ത മറിയമേ, അപേക്ഷിക്കണമേ. നല്ല ദൈവമേ, ഈ കുടുംബത്തിന്റെ വിജയത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവമേ,
ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വചനം മത്തായിയുടെ സുവിശേഷ അധ്യായം 18-20 പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യം ഉണ്ടായിരിക്കുമെന്ന്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു, അനുസ്മരിക്കുന്നു. വചനം 19-ാം വാക്യത്തിൽ പറയുന്നു, ഒരുമയോടെ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന്. ഈ വെഞ്ചിരിപ്പ് അനുഷ്ഠാനത്തിൽ പങ്കുചേർന്ന നാം ഓരോരുത്തരും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഈ കുടുംബത്തിനു വേണ്ടി, ഈ മാതാപിതാക്കൾ 2 മക്കൾക്കും ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത് പിതാവ് സ്വീകരിച്ചുവെന്ന് നമുക്ക് വിശ്വസിക്കാം. സങ്കീർത്തനം 126-ാം സങ്കീർത്തനം പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ഉറക്കൊഴിവ് നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ അധ്വാനവും നിഷ്ഫലമാണ്. ഈ ഭവനം ഈ മാതാപിതാക്കളുടെ മക്കളൊക്കെ കൂടി പ്ലാനും പദ്ധതിയും ചെയ്തെങ്കിൽ പോലും കർത്താവാണ് അത് പൂർത്തീകരിച്ചത്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് പൂർത്തീകരിച്ചതെന്ന് നാം വിശ്വസിക്കുന്നു. ആ നല്ലവനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ഈ ഭവനത്തിലെ രാജാവായി തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയത് വഴി ഈ ഭവനത്തിൻ്റെ നാഥനായിട്ട് തിരുഹൃദയ നാഥൻ യേശു ക്രിസ്തു നാഥനായിട്ട് വാണുകൊണ്ട് ആ ക്രിസ്തുവുമായുള്ള ഐക്യം പ്രാപിച്ച് ഈ കുടുംബാംഗങ്ങൾ ജീവിക്കുവാനും ആ സൃഷ്ടിയുടെ ലക്ഷ്യം കുടുംബജീവിതത്തിൽ പൂർത്തീകരിക്കുവാനുള്ള കൃപ ഈ ഭവനത്തിലായിരിക്കുന്ന ഈ ഭവനത്തിലൂടെ കുടുംബജീവിതത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ അമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥം വഴി ഔസേപിതാവ് കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ്. ഔസേപിതാവിൻ്റെ മധ്യസ്ഥം വഴി ഓരോരുത്തരുടെയും കാവൽമാലാകരുടെ മധ്യസ്ഥം വഴി ഈ കുടുംബത്തിൽ സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, എൻ്റെ നാമത്തിൽ വരുന്ന എന്നെ സ്വീകരിക്കുന്ന എന്നെ തന്നെ സ്വീകരിക്കുന്നുവെന്ന്. കർത്താവിൻ്റെ പുരുഷന്മാരായ വൈദികരെ സന്യസ്തരെല്ലാം ഭവനത്തിൽ സ്വീകരിക്കുന്ന ഈ കുടുംബം കർത്താവിനെ തന്നെ സ്വീകരിക്കുന്നു. ആയതിനാൽ ആ മനസ്ഥിതിയുള്ള ഈ കുടുംബത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭവനം ഒരു കുടുംബമാണ്. ആ കുടുംബം തിരുസഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ്. ആയതിനാൽ ഇന്നു മുതൽ ഈ ഭവനത്തിൽ ആയിരിക്കുന്ന ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കൾക്കും ആ യഥാർത്ഥമായ ദൈവരാജ്യത്തിൻ്റെ സ്നേഹവും ശാന്തിയും സമാധാനവും സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള ദൈവാനുഭവവും കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ കുടുംബാംഗങ്ങളെ കർത്താവ് പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് സജീവമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജോഷിയായുടെ പുസ്തകം അധ്യായം 1-8-ാം വാക്യത്തിൽ പറയുന്നു, നീ നിന്റെ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, അതിൽ എഴുതിയിരിക്കുന്നത് മനനം ചെയ്യുക, ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജീവിക്കുക. ആ ദൈവാനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിജയവും നിന്റെ ജീവിതത്തിൽ ഉന്നതിയും പ്രാപ്യമാകുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം ഈ വചനം വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം നിരന്തരം വായിച്ചുകൊണ്ട് ആ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് ആ സുവിശേഷത്തിലും കൂദാശകളിലും കണ്ടുമുട്ടുന്ന അനുഭവിച്ചറിയുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനായ ആ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബാംഗങ്ങൾക്ക് ഉന്നതിയും സഫലതയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം ജീവിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് സഫലതയും ഉന്നതിയും ദൈവാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, അതുപോലെ അവരുടെ ആവശ്യങ്ങളിൽ അവതാരമായി ഓടിയെത്തുന്ന നല്ല മനസ്സ് ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. ഈ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മോടൊത്ത് ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും നമ്മുടെ ഇടവയോട് ഒത്ത് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.